നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ വരത്തില്ല ദേവികമോള്? ഞാൻ വിളിച്ചിട്ടുണ്ട്, ഉടനെ എത്താമെന്നാ പറഞ്ഞത്. കാര്യം എന്താന്ന് പറഞ്ഞു? പറഞ്ഞില്ല, നേരിട്ട് പറയാമെന്ന് വെച്ചു. അത് കേൾക്കുമ്പോ ദേവികയുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം കാണാമല്ലോ. അത് നേരെ. എല്ലാം പൊളിഞ്ഞു എന്നറിയുമ്പം ശരത്തുമോന്റെ മുഖത്ത് ഇനി ചോരമയം കാണത്തില്ല. അവനല്ലേ ആള്. അവൻ ഇതിനൊരു മറുതന്ത്രം മെനഞ്ഞിട്ടുണ്ടാവുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എങ്കിലും നമ്മൾ അതും പൊളിക്കും. അങ്ങനെ അവനെ വിടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട കുടുംബത്തെ പറഞ്ഞു പറ്റിക്കുന്നതിനും ഒപ്പം താമസിച്ച് ചതിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. ഒന്നുമില്ലെങ്കിൽ അവൻ അവിടുത്തെ ഭക്ഷണമല്ല കഴിക്കുന്നത്. ആ ഒരു മര്യാദെങ്കിലും കാണിക്കണ്ട. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നല്ലേ സ്വാമി. അവൻ ഒരുപാട് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ വീഴ്ചയുടെ ആഘാതവും കൂടും. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇപ്പൊ വരും. എന്താ സാർ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ദൈവം ഉണ്ട് മോളെ. കാര്യം എന്താന്ന് നിരഞ്ജൻ സാറ് പറയും. ശരത്തിന്റെ ഒരു വലിയ കള്ളത്തരം പൊളിച്ചു, തെളിവ് സഹിതം. കള്ളത്തരമാണെന്ന് നമുക്കെല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്ന കാര്യം. അവൻ വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ വില്ലയുടെ കാര്യം. ആ പണി നടക്കുന്ന വില്ലയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഇന്നലെ വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ദുബായിൽ നിന്നെത്തി. അല്ല, ടിക്കറ്റ് ഇട്ടുകൊടുത്ത് ഞാൻ വരുത്തി. അയാളെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് തന്നത് ശേഖരൻ. അതിന് അവനോട് പ്രത്യേകം നന്ദി പറയണം. നമ്മളിനിപ്പോ എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? ഞാനിതിപ്പോ അവിടെ ചെന്ന് പറഞ്ഞ ശരത് എന്തേലും കള്ളങ്ങൾ പറഞ്ഞ് അച്ഛനെ അമ്മയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കും. അവൻ വീട് കാണിക്കാൻ എല്ലാവരെയും കൊണ്ടല്ലേ പോയത്. അവരെ എല്ലാവരെയും ഒരു കാറിൽ കയറ്റിക്കൊണ്ട് നമ്മൾ നേരെ അവിടേക്ക് പോകും, പണി നടക്കുന്ന വില്ലയുടെ അടുത്തേക്ക്. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അവിടെ എത്തും. എല്ലാവരും അറിയട്ടെ വീട്ടിൽ താമസിക്കുന്നവന്റെ തനി നിറം. അയ്യോ, എല്ലാരും ഒന്നും വേണ്ട. പാവം അമ്മയ്ക്കൊന്നും അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ലേ. അച്ഛനെ വിളിച്ചോണ്ട് ഞാൻ വരാം. അത് മതി. സുധീയുടെ അച്ഛൻ വരട്ടെ, നമുക്ക് ഒന്നിച്ചു പോകും. കേൾക്കേണ്ട കാര്യങ്ങൾ അത് പറയേണ്ടവരുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമാവും. പിന്നെ ശരത്തിനെ അവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാനുള്ള വഴി സുധീയുടെ അച്ഛൻ തന്നെ കണ്ടെത്തിക്കോളും. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് അച്ഛനെയും കൂട്ടി വരാം. ശരി ശരി. ചേട്ടൻ വണ്ടി തിരിച്ചു നിർത്തിക്കോ. മോളെന്താ ഈ നേരത്ത്? അമ്മേ, ഒരു അത്യാവശ്യ കാര്യമുണ്ടമ്മേ. അച്ഛനെവിടെ? അച്ഛനെവിടെയുണ്ട്? എന്താ മോളെ? അച്ഛാ, അച്ഛനൊന്ന് വേഗം റെഡി ആയിട്ട് വാ. നമുക്കൊരു സ്ഥലം വരെ പോണം. അതൊക്കെ ഞാൻ പറയാം അച്ഛാ. അച്ഛൻ വേഗം ഒന്ന് റെഡിയാവ്. എങ്ങോട്ടാ മനോഹരനെ വിളിച്ചോണ്ട് പോകുന്നത്? വല്ലയിടത്തും ജാമ്യം വെക്കാനോ അതോ പണയം വെക്കാനോ? അല്ല, പുതിയ വല്ല കൊസ്രാക്കൊള്ളി കേസ് ഒപ്പിച്ച് കാണും. അമ്മയൊന്ന് ചുമ്മാ മിണ്ടായിരിക്കും. ഓ, മുത്തശ്ശി ചോദിച്ചാൽ എന്താ തെറ്റ്? അച്ഛാ പ്ലീസ്. ഞാനിപ്പോ വരാം മോളെ. എന്നതാ ഏതാ എങ്ങോട്ടാന്നൊന്നും പറയാതെ മനോഹരനെ എങ്ങനെയാ ഇവളോടൊപ്പം വിടുന്നത്? അതെന്താ അമ്മ അങ്ങനെ ഒരു വർത്തമാനം? മനോഹരേട്ടൻ പോകുന്നത് ദേവിക മോളുടെ കൂടെയല്ലേ? ആരുടെ കൂടെ ആണെങ്കിലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ഇത്. ഏത് ഏടാകൂടത്തിലേക്കാ കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതെ,
കൂടെ നിന്ന് ചതിക്കുന്നവരുടെ കാലമാണല്ലോ. പച്ചച്ചിരി കൊണ്ട് കഴുത്തറുക്കുന്നവരുടെ കാലം. എന്തായാലും നിന്നേക്കാളും വിശ്വാസം എനിക്ക് ദേവിക മോളെ തന്നെയാ. ആ അതാ കൈവശത്തിന്റെ ശക്തി. ആ സ്വാമേട്ടാ, ആ ഞങ്ങളിപ്പോ തിരിക്കും. അവിടെ ജംഗ്ഷനിൽ നിന്നാ മതി. ആ ശരി. ആ പോവാ മോളെ. ആ എന്തേലും പ്രശ്നമുണ്ടെങ്കിലേ ഞാനും കൂടെ വരാം. അയ്യോ വേണ്ട, ഇത് അച്ഛൻ മാത്രം അറിയേണ്ട ചില സത്യങ്ങൾ അറിയാനുള്ള യാത്രയാ. ബാക്കിയുള്ളവര് വഴിയെ വിവരം അറിഞ്ഞോളൂ. നമുക്ക് പോവാ അച്ഛാ. പോവാം. വരട്ടെ അമ്മേ. അച്ഛാ ഇറങ്ങാം. എന്താ മോളെ ഇതൊക്കെ? പറയാം. അച്ഛൻ ഇറങ്ങ. കുമാരപുരം വില്ല കോംപ്ലക്സ്. ഇത് ശരത് മോന്റെ അല്ലേ? നിത്യമോടെ വില്ലയുടെ പണി നടക്കുന്ന സ്ഥലം. അച്ഛാ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് ശാന്തതയോടെ അച്ഛൻ കേൾക്കണം. ഉലഞ്ഞു പോവാതിരിക്കാനും ഉടഞ്ഞു പോവാതിരിക്കാനും മനസ്സിനെ പിടിച്ചു നിർത്തണം. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമെന്ന് ചോദിച്ചാ മൊത്തം പ്രശ്നമാണ്. ദേവിക പറഞ്ഞ പോലെ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുക. എന്താ സാർ? ഈ വില്ല ശരത്തിന്റെ അല്ല, നിത്യന്റെ അല്ല, നമ്മുടെ ആരുടെ അല്ല. ആരുടെയോ പണി നടക്കണ ഒരു വില്ല കാണിച്ചത് അവൻ മനോഹരേട്ടനെ സമർത്ഥമായിട്ട് പറ്റിച്ചത്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എന്നെ വിശ്വസിക്കണ്ട, നിരഞ്ജൻ സാറിനെയും വിശ്വസിക്കണ്ട. പക്ഷെ ദേവികേനെ വിശ്വാസല്ലേ സുധി സാറിന്റെ അച്ഛന്? മോളെ, സത്യം അച്ഛാ, ഈ സത്യം എങ്ങനെ അച്ഛനെ അറിയിക്കണം എന്നുള്ള ഭയത്തിലായിരുന്നു ഞാൻ. അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഇത് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. അത് അവരെ വിളിക്കാത്തത്. നമ്മൾ ഈ വില്ലയും തമ്മിൽ ഒരു ബന്ധവുമില്ല.